നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസിൻ്റെ ഒക്കെ അനക്കൊക്കെ ആയോ? എല്ലായിടത്തും പെരുന്നാൾ ഉത്സവങ്ങൾ എല്ലാം തുടങ്ങിയില്ലേ? ഇപ്പോൾ തന്നെ എവിടെ നോക്കിയാലും ഈ കടകളിലൊക്കെ സന്ധ്യാസമയങ്ങളിലൊക്കെ ടൗണിൽ കൂടെ ഒക്കെ പോവുകയാണെങ്കിൽ സ്റ്റാർസ് ഒക്കെ തൂങ്ങി നമുക്കപ്പോൾ തന്നെ ഒരു ഫെസ്റ്റിവൽ മൂഡ് വരും അല്ലേ? നല്ല രസമാണ്. കുറച്ച് ദൂരേക്കൊക്കെ യാത്ര പോവുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പെരുന്നാളിനൊക്കെ ഉള്ള അതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര രസമല്ലേ? നമ്മുടെ കുട്ടിക്കാലത്തോട്ടൊക്കെ പോകും അല്ലേ? എനിക്ക് അങ്ങനെ കേട്ടോ, എല്ലാവരും അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ക്രിസ്മസിൻ്റെ കളക്ഷൻസ് കാണിക്കാം. ക്രിസ്മസിൻ്റെ കളക്ഷൻസാണ് മെയിനായിട്ട് കാണിക്കുന്നത്. പിന്നെ അല്ലാത്ത ഒരു ടൈപ്പ് സാരിയുണ്ട് കേട്ടോ. എൻ്റെ മുഖം കണ്ടോ ഇവിടെ ഇടുമിച്ചായിരിക്കുന്നത്. എനിക്ക് ഹോർമോണൽ ഇൻബാലൻസിങ് ശകലം പ്രോബ്ലം ഉണ്ട്. അന്നേരം ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും മുഖമെല്ലാം ഭയങ്കര ഇതാവും. പിന്നെ എന്നാ പറയുന്നത്, മുഖത്ത് കറുത്ത പാടുകൾ വരിക, അങ്ങനത്തെയൊക്കെ ഉണ്ട്. ലേഡീസൊക്കെ എന്നൊക്കെ സഹിച്ചാലല്ലേ? ഇതൊക്കെ സഹിക്കുന്ന പെണ്ണുങ്ങൾ ഒരു 1000 കണക്കിനുണ്ട്. ഒരു പ്രായം കഴിയും 30 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് തുടങ്ങുമെന്നാണ് പറയുന്നത്. നമ്മുടെ ബോഡി മറ്റെന്തിലേക്കുള്ള തയ്യാറെടുപ്പിലേക്ക് പോകും. അപ്പോൾ ഇതെല്ലാം സഹിക്കും. പിന്നെ ദൈവത്തിന് ഇതൊക്കെ പകുതി അണുക്ക് കൊടുത്തുകൂടായിരുന്നു അല്ലേ? സത്യമായിട്ട് ചിന്തിക്കുന്നതായിരുന്നു. ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കല്ല, ഈ ദൈവമായിട്ടുള്ളൊരു സംഭാഷണം പറയുന്നതാണല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ ചുമ്മാ എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പ ഇതൊക്കെ ആണുങ്ങൾക്ക് പകുതിയെങ്കിലും ഒന്ന് സഹിക്കാൻ കൊടുക്കും. എല്ലാ ഈ പെണ്ണുങ്ങൾക്ക് തന്നെ വെച്ചിരിക്കുന്ന എന്തെന്നൊക്കെ ചോദിക്കുമല്ല, കുറച്ചൊക്കെ അവർ അറിയട്ടെന്നേ അല്ലേ? ഈ പ്രപഞ്ചം നിലനിർത്തുന്നതിൽ ആണിനും പെണ്ണിനും ഒരേ പങ്കാണുള്ളത്. കഷ്ടപ്പാട് മുഴുവൻ പെണ്ണുങ്ങൾക്ക് കൊടുത്തന്നെ അതിനകത്ത് ഇച്ചിരി അനീതി കാണിച്ചു അപ്പനല്ലേ? എല്ലാത്തിനും നേര് കാണുമായിരിക്കും. ഇതാ നോക്ക്, നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന സാരി. ഇതിങ്ങനെ താഴത്തെ ബോർഡറിൽ വരും. മുകളിലൊന്നുമില്ല, മുകളിൽ ഇങ്ങനെ സ്കാലപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മുന്താണിയായിട്ട് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് ഫുള്ള്. മുന്താണിക്ക് പ്രത്യേകതകളൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സാരി. ബ്ലൗസ് വന്നിട്ട് ഓക്കെ, ബ്ലൗസ് വരുമ്പോൾ വൈറ്റ് പ്ലെയിന്, ഈ ഒരു പ്ലെയിന് അറ്റത്ത് ഈ ഒരു സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സാരിയാണ്. ക്രിസ്മസിൻ്റെ ഫംഗ്ഷനിങ്ങിനൊക്കെ പോകുമ്പോൾ എല്ലാവരും കറുപ്പും വെള്ളയും തീരുമാനിക്കുമല്ലോ വേണമെന്ന് പറയും. പിന്നെ കൊല്ലേ എനിക്കില്ലേ കുറച്ച് നേരിട്ട് ഞാൻ പറയുന്നല്ലേ എന്തൊക്കെ. ഞാൻ മുമ്പ് സ്റ്റാഫിനോട് ചോദിക്കണേ, കുർത്തിയതാണ് പറയേണ്ടത്, ഈ സാധനത്തിന്റെ പേരെന്നാ? അവർ പറയാം മോഡാൾ. ഞാൻ പറയാം അല്ല, ഇതിന്റെ പേരെന്നാ? ഇത് ഉടുപ്പ് കിട്ടുന്നില്ല. എന്നാ കുർത്തി എടുത്ത് വെക്കണം എന്ന് പറയാനാണ് ഞാൻ വരുന്നേ എന്ന് പറഞ്ഞ പോലെ. അതൊക്കെ ഉള്ളത്, അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എന്ന് പറഞ്ഞ പോലെ ചുവപ്പും വെള്ളയാണല്ലോ ക്രിസ്മസിന്റെ എല്ലാ ഫംഗ്ഷനുകൾക്കെല്ലാം കൊടുക്കുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ടിടുക. പറ്റുമെങ്കിൽ സാരി ഫോൾ വെക്കുക. സാരി ഫോൾ ഈ ഭാഗത്ത് വെക്കുമ്പം നല്ലൊരു എടുപ്പ് ഇതിന് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് കിട്ടും. വൈറ്റ് സാരി ഫോൾ വെച്ചാൽ മതി. ഇതിനകത്ത് പലതും പല റേറ്റിലുള്ളതാണ്. അതിന് ഒരുമാതിരി എല്ലാത്തിൻ്റെയും ഫാബ്രിക് നെറ്റ്കോട്ടയാണ്. പക്ഷെ വർക്കിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം വരും. കണ്ടോ? ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ നമ്മുടെ ബോഡി പാർട്ടല്ല, ഇങ്ങനെ ചെസ്റ്റിൽ കൂടെ പോകുന്ന പാർട്ടായിട്ട് ഇങ്ങനെ വരും. കഴിക്കാതെ തരമില്ല. താഴേക്ക് ഭാഗത്ത് ഇത് കണ്ടോ, മുന്താണിയും ഇത്രയും ഭാഗത്ത് ഈ ഒരു വർക്ക് വരും. പിന്നെ താഴെയില്ല, ദാമൻ പോർഷനിൽ ഇത് താഴെ മാത്രം എംബ്രോയിഡറി വർക്ക് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫുള്ള് അങ്ങനെ തന്നെ. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ, വൈറ്റ് നെറ്റ് കോട്ട പ്ലെയിൻ. നല്ല ഭംഗി കൊടുത്തു കഴിയുമ്പോൾ ഒരു നല്ലൊരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്മസ് ഈവിൽ പള്ളിയിൽ പോകാനും അല്ലെങ്കിൽ അതിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെറ്റ് ടുഗദറുകൾ വരുമല്ലോ, ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ക്ലബ്ബുകളിലും വീട്ടിലും ഒക്കെ ഗാദറിങ്സ് വരുമ്പോൾ എടുക്കാനൊക്കെ അടിപൊളിയാണ്. ഇത് വേറെണ്ണം ഉണ്ടോ? ഇതൊക്കെ കൊടുത്തു വെച്ചാൽ എന്ത് രസമെന്ന് അറിയാം. ഞാൻ എന്നൊക്കെ വിചാരിച്ചിരുന്ന ക്രിസ്മസിൻ്റെ ഉള്ള പ്രത്യേകിച്ചുള്ള ബ്ലൗസൊക്കെ വന്നിട്ടുണ്ട്. ആ ബ്ലൗസ് ഇട്ട് ഈ സാരിയും കൂടെ കൊടുത്ത് കാണിക്കണമെന്നൊക്കെ ഓർത്തോണ്ടിരുന്നതാണ്. പക്ഷെ അത്ര നല്ല ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് മതി. അപ്പം നിങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ എനിക്ക് ഫോട്ടോ ഇട്ടാ തരൂല്ലേ? തരണം കേട്ടോ. ബോർഡർ ഇങ്ങനെ ഓടിയ ബുട്ട ഇങ്ങനെ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബോർഡർ നല്ല തിക്കായിട്ടുള്ള ബോർഡറാണ്. ഇച്ചിരി നല്ല വീതിക്കും ഉണ്ട്, നല്ല ബോർഡർ. അടുത്തത് വേറൊരു സാരി. ഇത് നെറ്റ് കോട്ടയല്ല, ലിനൻ, സെമി ലിനൻ.
നല്ല രസമാട്ടോ. ഇത് പിടിക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്ത്, നല്ല ഭംഗിയാണ്. ക്രിസ്മസിന് നല്ല അടിപൊളിയായിട്ട് ഡിസൈനർ സാരിയൊക്കെ കൊടുത്തങ്ങോട്ട് പോകും. ഒരു പ്രാവശ്യം ക്രിസ്മസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് അടുത്ത പിന്നത്തേനാട്ടെ പിന്നെ എടുക്കാം, അല്ലെ അടുത്ത പ്രാവശ്യമാട്ടെ, അങ്ങനെ ഒന്നും വെക്കുന്നത്. ഇന്നത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നാളെ എന്നാ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇന്ന് എനിക്ക് ക്രിസ്മസ് ഉണ്ടോ, ഇന്ന് ഞാൻ ഹാപ്പി ആയിട്ട് ആഘോഷിക്കുക. ഇന്ന് എനിക്ക് ഓണം ഉണ്ടോ, ഞാൻ ഹാപ്പി ആയിട്ട് ആഘോഷിക്കുക. അടുത്ത കൊല്ലത്തെ ഓണം ആഘോഷിക്കാമെന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ആളുകൾ വേറെ ഒന്നും, ഞാൻ നെഗറ്റീവ് അല്ല ഞാൻ പറയുന്നത്. ഓരോരുത്തരുടെ അവസ്ഥകൾ എന്തായിരിക്കും. നമ്മൾ ഈ നാട്ടിലായിരിക്കും എന്ന് പോലും ഓരോരുത്തർ ചിലപ്പോൾ വിദേശത്ത് പോയി ഇങ്ങനെ എടുക്കും, അവിടെ ആഘോഷിക്കാം. എന്നാലും നമ്മുടെ നാടോളം വരത്തില്ല എന്ന് പറഞ്ഞാലും, അല്ലേ? അത് വിദേശത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം. എന്നൊക്കെയാണെന്ന് പറഞ്ഞാലും അവനവൻ്റെ നാടിനോളം വരത്തില്ല ഒന്നും. എതിരഭിപ്രായം ഉണ്ടോ? രാഷ്ട്രീയപരമായിട്ടൊക്കെ ചിന്തിച്ചാൽ ചിലപ്പോൾ എതിരഭിപ്രായമൊക്കെ പറയുമായിരിക്കും. എന്നാലും പെറ്റമ്മയും പിറന്ന നാടെന്ന് പറഞ്ഞ പോലെ നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്ത് സെമി ലിനലിൽ വരുന്ന നല്ലൊരു ഫുള്ളും ഇങ്ങനെ തന്നെയാണ്, വേറെ ഒരു സംഭവവും ഇല്ല. ഇതിന് പറ്റുന്ന ബ്ലൗസ് ഇസബെല്ലയിലുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം വീഡിയോ കാണിക്കാം. ഇന്ന് നോക്കട്ടെ കാണിക്കാൻ പറ്റുമോ, ഇതിൻ്റെ കൂടെ ബ്ലൗസ് കാണിക്കാം. ഞാൻ കുർത്തി കാണിക്കാമെന്ന് ഓർത്തായിരുന്നേ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കും ഉപകാരപ്പെടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കാണിക്കാം കേട്ടോ. ഇതില്ലേ, ഇത് ഇനിയിപ്പം നിങ്ങൾക്ക് വൈറ്റും റെഡും തന്നെ വേണമെന്നില്ല. വേറെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു അടിപൊളി സാരി. ഇത് നമുക്ക് എടുക്കുവാണെങ്കിലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് ക്രിസ്മസ് അല്ലാത്ത സമയങ്ങളിൽ പിന്നെ പള്ളിയിൽ പോകുമ്പോൾ, ക്രിസ്മസിൻ്റെ നൈറ്റിലൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പോൾ, പാതിരാ കുർബാനയ്ക്കൊക്കെ പോകുമ്പോഴും ഇത് എടുക്കാം. അല്ലാതെ നമുക്ക് ചെറിയ ഫംഗ്ഷൻ വെയർ ആയിട്ട് എടുക്കാം, നമുക്ക് ഓഫീസിൽ എടുക്കാം. നല്ല ഫ്ലോറൽ പ്രിന്റ് വരുന്ന സെമി ലിനനെ വരുന്ന നല്ലൊരു സാരി. ഇവിടുത്തെ ഷെയ്ഡ് ബ്ലൂ ആണ് കൂടുതൽ. ഇവിടുത്തെ ഷെയ്ഡ് കളറുകളിലാണ് വ്യത്യാസം വരുന്നത്. ഇതിലും കണ്ടോ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് വരും. അതെ, ഇതാണ് ബ്ലൗസ്. അയ്യോ സോറി, അത് ബ്ലൗസ് അല്ല, ഇതാ ബ്ലൗസ്. ഇങ്ങനെ ചെറിയ ബുട്ടാസ് പോലെ ഒരു ഫ്ലോറൽ വർക്ക് വരുന്നത് ബ്ലൗസ്. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് ആണ്, അത് കാണിക്കാവേ. ഒരു കാര്യം പറയട്ടെ, ഇത് അടുത്തത് ഇത് കണ്ടോ, ഇതിലെല്ലാം ഇല്ലേ ഒരു ചെറിയ ഗ്ലാസ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഒരു സെമി ഫംഗ്ഷൻ വെയർ ആയിട്ടും കൂടെ പറ്റുമെന്ന് കണ്ടോ. തലകുത്തിയാണോ ഞാൻ പിടിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. തലകുത്തിയാണെങ്കിൽ സദയം ക്ഷമിക്കുക. നല്ല രസമാണ്. ഒരു ബോർഡർ ഇങ്ങനെ വന്നേക്കുന്നുണ്ട്. പ്ലീറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ഉടുക്കാം. പ്ലീറ്റ് എടുത്ത് ഇങ്ങനെ നല്ല ഒന്നാന്തരമായിട്ട് വൃത്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഭംഗി. ഇങ്ങനെ വൺ പീസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നേരലൊന്നും വലിയധികം അടിക്കുന്നില്ല, സീത്രൂ ഒന്നും അല്ല വലിയധികം. പിന്നെ ലിനനല്ലേ, ഒരു ചെറിയ കനക്കുറവുണ്ട്. നല്ല ബോഡി കംഫർട്ടാ. ഓ, എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമം വരുന്നു. അടുത്ത കളർ ഇത്. ആ കളറുകളുടെ ചേഞ്ചസും പ്രിന്റിന്റെ ചേഞ്ചസും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഇതൊരു സെറ്റായിട്ട് വരുന്ന അതിനകത്തുള്ളതാ. നോക്കിയാൽ മതി കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ. ചിലർക്ക് നിറച്ചും ഒരേപോലെ പ്രിന്റ് വരുന്നതായിരിക്കും ഇഷ്ടം. അത് ചിലർക്ക് ഇപ്പം കാണിച്ച പോലെ അവിടുന്ന് ഓരോ പ്രിന്റ് വരുന്നതായിരിക്കും ഇഷ്ടം. എങ്ങനെ വേണം. ഇത് മുന്താണിയാണ്. ഈ സാരിയുടെ വരുമ്പോൾ മുന്താണി, ഈ സാരിയുടെ അല്ല, എല്ലാ സാരിയുടെയും ഇങ്ങനെ തന്നെയാണ് മുന്താണി വരുന്നത്. ഞാനിപ്പോൾ ഇതിനെ എടുത്തേക്കുന്ന മുന്താണിയുടെ വശമാണ്. ബ്ലൗസ് വൈറ്റ് പ്ലെയിൻ. ഏത് കളർ വേണമെന്ന് തീരുമാനിച്ചോ. ഇത് പീച്ച്, മുമ്പേ കാണിച്ചത് വൈറ്റ്, അതിന് മുന്നേ കാണിച്ചത് യെല്ലോ. ഇഷ്ടമുള്ള കളർ തീരുമാനിച്ചോ. പറ്റുമെങ്കിൽ വൈറ്റ് ബ്ലൗസിനെ കഴിഞ്ഞ് ചിലപ്പോൾ ഇതിന് ചെയ്യുന്നത് വൈറ്റ് ബ്ലൗസ് ബുട്ടായുള്ളതുകൊണ്ട് ഇത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. വേറെ കളർ വേണമെങ്കിൽ ഒരു ചേഞ്ച് ഇടാം, ഇടയ്ക്കിടയ്ക്ക് മാറ്റി മറിച്ചൊക്കെ ഇടാമല്ലോ. ഇനി ഈ ക്രിസ്മസ് വൈറ്റ് അങ്ങനെ അല്ലാതെ ഉള്ളൊരു സാരി ഒന്ന് കട്ടിക്കുന്നു. ഇത് കണ്ടോ, സെമി ചന്തേരി വരുന്ന നല്ലൊരു സാരി. നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്, എന്നിട്ടൊരു സിൽവർ അല്ലെങ്കിൽ ഒരു കോപ്പർ അല്ല സിൽവറിൻ്റെ ഒരു ബ്ലാക്ക് കളർ ഇച്ചിരി കൂടെ മിക്സ് ആയിട്ട്, ബ്ലാക്ക് കളറിൻ്റെ ഒരു ചെറിയ മിക്സും കൂടെ വരുന്ന ഒരു സംഭവം. ഇതാണ് സാരി. എന്താ നല്ല സാരി. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഏത് കാലത്തും ഉള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരി. എല്ലാ കാലത്തും ഈ സാരികൾ, ഇങ്ങനത്തെ ടൈപ്പ് സാരികൾക്ക്, കാരണം ഈ അവിടെ ഈ സ്ക്വയർ ഡിസൈൻ വരുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിനൊരു പ്രത്യേക ലുക്കാണ്. ബോർഡർലെസ് ആയിട്ട് വന്നിട്ട് മുന്താണി വരുമ്പോൾ ഇങ്ങനെയല്ലോ വരും, പച്ചയും മഞ്ഞയും.
ഞാൻ തിരിച്ചും വരും. ഇനി ബ്ലൗസും കൂടെ കാണിച്ചു തരാവേ. ഇതാണ് ബ്ലൗസ്, കണ്ടോ, ബൂട്ടാസ് വരുന്ന ബ്ലൗസ്. ഒരു മിനിറ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ ബ്ലൗസിന്. ഇതാണ് ബ്ലൗസിൻ്റെ ഇത്, കണ്ടോ, ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ബോർഡർ കൊടുത്ത് നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സാരി നിങ്ങൾ ഒത്തിരി തവണ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ലുക്കാണ്. നല്ലൊരു ഭംഗിയായിരിക്കും, നല്ലൊരു ക്ലാസ് ടച്ച് വരുന്ന ഒരു സാരി. മൊത്തം നോട്ടി കാണിച്ചു. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഉള്ളത്. വൈൻ വിത്ത് ഗ്രീൻ, കണ്ടോ. എൻ്റെ ഫസ്റ്റ് വീഡിയോ എനിക്ക് ഓർമ്മ വരുന്ന ഫസ്റ്റ് വീഡിയോ, ആദ്യത്തെ ദിവസം ഞാൻ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് സാരി ഒന്നും കാണിക്കാനൊന്നും അറിയത്തില്ലേ. എന്നിട്ടുണ്ടല്ലോ എനിക്കിങ്ങനെ അന്നൊന്നും ഒത്തിരി ഓൺലൈൻകാരൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴല്ലേ എല്ലാവരും ഓൺലൈൻകാരായിട്ട്, കുറച്ചൊക്കെ ഉള്ളൂ കിട്ടണ്ടല്ലോ. ഇങ്ങനെ നിവൃത്തി കാണിക്കണം അങ്ങനെയൊന്നും അറിയത്തില്ല. ഞാൻ എന്നാ കാണിച്ചതെന്നറിയോ, ഇങ്ങനെയാ ഫസ്റ്റ് വീഡിയോക്കകത്ത് സാരി കാണിച്ചത്. പക്ഷെ ദൈവത്തിൻ്റെ വലിയ കൃപ എന്ന് പറയുന്ന സാധനം, അന്നെൻ്റെ മുഖം ഇതുപോലെ തന്നെയാണ്. മൈഗ്രൈനകത്ത് കുളിച്ചിട്ട് മുഖം എല്ലാം നീര് വെച്ച് എന്നതാ പറയണ്ടേന്ന് പോലും അറിയത്തില്ല. ഫസ്റ്റ് വീഡിയോ അല്ലേ. ഇതാ ബ്ലൗസ് കേട്ടോ. ഫസ്റ്റിലത്തെ കസ്റ്റമർ ഒരു ആന്ധ്രയിൽ നിന്നുള്ള ഒരു പുരുഷനായിരുന്നു, ഒരു ജെൻസ് ആയിരുന്നു, ഒരാളായിരുന്നു. എന്നിട്ട് ആദ്യത്തെ കസ്റ്റമർ, ഞാൻ ഒരു സാരി പോലും സെയിലായി പോകത്തില്ലെന്ന്. അതായത് പറയാം, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ആ സാരി ഞാൻ എത്ര തവണ റീസ്റ്റോക്ക് കൊണ്ടുപോകുന്നു എനിക്കറിയത്തില്ല. ആ വീഡിയോ എങ്ങനെ അത് ക്ലിക്കായെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം എന്നെ കണ്ടാൽ തന്നെ വീഡിയോ കാണാൻ തോന്നുമല്ല, അത്രയ്ക്കൊരു കോലമാണ്. പിന്നെ കാണിക്കുന്ന രീതി അതിലും മോശം. പക്ഷെ ദൈവം ഒരു കാര്യം നമുക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ കഥയൊക്കെ നേരത്തെ ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ നമ്മൾ ഈ സുവിശേഷപ്പെട്ടി കേട്ടല്ലോ, അതിനകത്ത് പോയി എടുക്കൂലേ. ഇപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഒന്ന് ചെയ്യാം, നാളെ ചെയ്യാം എന്നിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് എടുത്തപ്പം, ഭയപ്പെടേണ്ട, നീ പോയി പ്രസംഗിക്കുകയും ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ദൈവവചനം. അത് അറ്റപ്പിടിച്ചങ്ങ് പോലും വരുന്നു. ദൈവം എന്നും ഒന്നും കൂടെയുണ്ട് കേട്ടോ. ഇതാണ് മുന്താണി, ദൈവം തന്ന നിങ്ങളും കൂടെയുണ്ട്. കസ്റ്റമേഴ്സ് ബ്ലാക്ക് ബ്ലൗസ് വരും, ഉണ്ടോ, നല്ല രസമാണ്. നല്ല നമ്മുടെ ഡാർക്ക് മെറൂൺ അതിൻ്റെ കൂടെ ആ ഒരു സിൽവർ വരുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഫങ്ഷൻ കൊടുക്കാൻ പറ്റുന്ന ലുക്ക്. മെറ്റീരിയൽ സെമി ചന്തേരി. ഇനി കണ്ടോ ഒനിയൻ്റെ ഒരു ഷെയ്ഡ്, നല്ല ഒനിയൻ പിങ്ക് ഷെയ്ഡിൽ. എനിക്ക് തന്നെ ഇഷ്ടമാണ് ഈ കളറുകളൊക്കെ. ഒനിയൻ പിങ്കും പർപ്പിളും. ആ പർപ്പിളിൻ്റെ അനിയത്തിയായിട്ട് വരും ഒനിയൻ പിങ്ക്, അതുപോലെ ഇരിക്കുന്നത്. ആ ഒരവസ്ഥയാണ്, അങ്ങനെയാണ് പോകുന്നത്. ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ ദിവസം പറയും പർപ്പിളിൻ്റെ വയലറ്റിൻ്റെ അനിയത്തി ലാവണ്ടർ എന്ന് പറയില്ല എന്ന് പറയുന്നത്, പർപ്പിളിൻ്റെ അനിയത്തിയാണ് ഒനിയൻ പിങ്ക്. സത്യമായിട്ടും അത് ഏറ്റവും കുഞ്ഞനിയത്തി. അതുപോലത്തെ ഒരു നേർത്തെടുക്കുന്ന കളറാണ്. ഇതേ കൂടെ പോയേക്കുന്ന ആ ഒരു ഡിസൈൻ, ഇങ്ങനെ ഒരു മാംഗോ ഡിസൈനാണ് പോയിരിക്കുന്നത്, സ്ക്വയർ ചെയ്ത്. നല്ല ഫങ്ഷൻ വെയർ സാരി ആയിട്ട് എടുക്കുന്ന ഇതിൽ കിട്ടും. ബ്ലൗസ് കാണിക്കണോ? ഇതിൻ്റെയും കൂടെ ബ്ലൗസ് എപ്പോഴും മുന്താണിക്ക് വരുന്ന കളറായിരിക്കുവേ. ബ്ലൗസും കൂടെ കാണിക്കാം കേട്ടോ. ഒരു 5-6 ബ്ലൗസ് ഉണ്ടെന്ന് തോന്നുന്നു. ക്രിസ്മസിൻ്റെ ബ്ലൗസ് അതും കൂടെ കാണിക്കാം. കാരണം ഇതിൻ്റെ ഒപ്പം വാങ്ങിക്കേണ്ടവർ വാങ്ങിച്ചു. അല്ലെങ്കിൽ എന്നാ പ്രശ്നം എന്നറിയോ, നിങ്ങൾക്ക് തന്നെ ഞാൻ ഈ ബ്ലൗസ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്നാ ബ്ലൗസും കൂടെ തരാമോ, ബ്ലൗസും കൂടെ കാണിക്കാവോ, ഒന്ന് ഹോൾഡ് ചെയ്ത് ടൈക്കുക എന്നൊക്കെ പറയാം. അത് നമുക്ക് മെനക്കെടാം, നിങ്ങൾക്ക് മെനക്കെടാം. ഞാൻ പിന്നെ നമ്മളത് പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പോകണം. ഞാൻ എന്നാണെങ്കിലും അത് വീഡിയോ കാണിക്കാനിരിക്കുന്നു. അപ്പോൾ അതിപ്പോൾ അത് കാണിച്ചേക്കാം. ബ്ലൗസ് കാണിക്കട്ടെ. ബ്ലൗസ് എടുക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, ഈ സാരിയുടെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിത്ത് ബ്ലൗസ് ആയിട്ട് എടുക്കാം. അതിനൊരു 10 രൂപ 20 രൂപയൊക്കെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുവുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അത് എനിക്കറിയത്തില്ല കേട്ടോ കറക്റ്റായിട്ട്. ഈ വെയിറ്റ് അനുസരിച്ചാണല്ലോ ഷിപ്പിംഗ് ചാർജ് എടുക്കുന്നത്. അത് നമ്മൾ എടുക്കുന്നതല്ല, കൊറിയറുകാർ എടുക്കുന്ന. ഇതിപ്പം അപ് ടു 2XL ആണെന്ന് എനിക്ക് തോന്നുന്നത്. സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2XL ആണെങ്കിൽ 2XL വരെയാണ്. ഡബിൾ എക്സൽ വരെയുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഡബിൾ എക്സൽക്കാർക്കല്ല, അതിന് മേളിലോട്ടുള്ളവർ എടുക്കരുത്. എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ബ്ലൗസിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നിലത്തെ ഒരു ബ്ലൗസിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കി. എല്ലാത്തിനും അത് ഞാൻ പറയുന്നുണ്ട്. പറഞ്ഞ് ബോറടിപ്പിക്കേണ്ടെന്ന് ഓർത്താൽ കൂടുതൽ പറയാത്ത. 3XL മേളിലോട്ടുള്ളവർ എടുക്കുക. 2XL സ്ക്രീനെ കൊടുത്തേക്കുന്നതിന് മുകളിലോട്ടുള്ളവർ ദയവായിട്ട് എടുക്കാതിരിക്കുക കേട്ടോ. എന്നെ ഒട്ടിപ്പുളിയാന്ന് നോക്ക്, എന്നെ രസമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആ സാരിയെല്ലാം ഞാൻ അഴിച്ചിട്ടിരിക്കുക. ഇപ്പോൾ ഞാൻ വേറെ സാരി എടുക്കണം, അതുകൊണ്ട്
സാരി വെച്ച് കാണിക്കുന്നില്ല. നല്ല ബ്ലൗസ്, നല്ല ഫങ്ഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബനാറസി സാരിയുടെ കൂടെ വൈറ്റ് ക്രീമൊക്കെ ഉള്ള ചന്ദന കളറും ക്രീമൊക്കെ ഉള്ള ബനാറസി ബോർഡർ വരുന്ന സാരിയില്ല, ബനാറസി സാരി, അതിൻ്റെ കൂടെ പോലും പറ്റും. ഇത് പിന്നെ നിങ്ങളിപ്പോൾ എടുക്കുന്ന ആളുടെ സൈസ് സ്മോൾ ആണെങ്കിൽ, കൈയൊക്കെ ചെറുതാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കണം. സ്ട്രെച്ചബിൾ ബ്ലൗസാണ്, സ്കിൻ ഫിറ്റാണ്, അടിപൊളിയാണ്, കാണാൻ നല്ല രസമാണ്. ഇതിപ്പോൾ റെഡാണേ. റെഡെന്ന് പറഞ്ഞാൽ നല്ലൊരു ചില്ലി റെഡ് കളർ. ഇതും റെഡ് തന്നെ. അതിൻ്റെ കളർ ചേഞ്ചസ് വരുന്ന, ബുട്ടാസിലൊക്കെ ചേഞ്ചസ് വരുന്ന വേറെ റെഡ്, ഇച്ചിരി കൂടെ തെളിഞ്ഞ റെഡ്. കണ്ടോ, നല്ല രസമല്ലേ. പിന്നെ അതിന് ഗ്രീൻ. ഇതെന്നാന്ന് വെച്ചാൽ ക്രിസ്മസ് കളേഴ്സാണ് അല്ലോ, അല്ലാത്ത ഒരു കളറും കൂടെ ഉണ്ട്. ഇത് ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രെച്ച് ആകുന്ന ബ്ലൗസ് അല്ല. കാരണം വർക്ക് വരുന്ന ബ്ലൗസ് എന്ന് പറയുമ്പോൾ ഒത്തിരി സ്ട്രെച്ച് ആകത്തില്ല. കാരണം അതങ്ങനെ വരത്തില്ല. ഒത്തിരി സ്ട്രെച്ച് ആകുന്ന തുണിയിൽ ഈ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൃത്യം ഡബിൾ എക്സലിന് മേളിലോട്ടല്ലാത്തവർ എടുക്കരുത്. ഇനി ഈ ഡബിൾ എക്സൽ വരെയുള്ളവരാണെങ്കിൽ പോലും കൈക്ക് ഭയങ്കരമായിട്ട് വണ്ണം കൂടുതലായിരിക്കും. ചിലർക്ക് വലത്ത് കൈക്ക് വണ്ണം കൂടുതലായിരിക്കും, അടുത്ത കൈക്ക് വണ്ണക്കുറവ് അങ്ങനെ വരും. പിന്നെ ഈ ഷോൾഡറിനൊക്കെ ഭയങ്കര വിരിവ് കൂടുതൽ വരും. അങ്ങനെയുള്ളവരൊന്നും എടുക്കരുത് കേട്ടോ. നോർമലാണ്. നമ്മുടെ സൈസ് ഡബിൾ എക്സൽ ആണ്, അതിന് ആ വണ്ണമേ ഉള്ളൂ എങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി അതിൻ്റെ മുമ്പേ കണ്ടതിൻ്റെ മെറൂണ് ഉണ്ടോ, നല്ല ഡാർക്ക്, നല്ല ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ബോഡിക്ക് നല്ല കംഫർട്ടുമാണ്, നല്ല രസം കേട്ടോ. ഡാർക്ക് മെറൂണേ. ഇതിനൊക്കെ പറ്റി ബനാറസി സാരി ഇവിടെ ഇരിപ്പുണ്ട്. അത് ഇനി ഉടുക്കുമ്പോൾ സാരി ഇടത് കാണിക്കുമ്പോൾ അതും കൂടെ ഉടുത്ത് കാണിക്കാം. ഇതെല്ലാം ക്രിസ്മസ് ലക്ഷ്യമാക്കി വന്നിരിക്കുന്ന ഐറ്റംസാണ്. വൈറ്റ് കൂടെ റെഡ്. നിങ്ങൾ മുമ്പ് എടുത്ത സാരിക്കൊക്കെ ഇതും നല്ലതാണ്, ആദ്യം എടുത്തതൊക്കെ നല്ലതാണ്. ആ റെഡ് കളറുകളും ഈ വൈറ്റ് കളറുകളും ഒക്കെ നല്ലതാണ്. പച്ച വേണമെങ്കിൽ മറ്റൊന്നും പറ്റുമായിരിക്കും, എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ വെച്ച് നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ അതൊന്നിനെ പറ്റിയൊന്നും പറയുന്നില്ല. നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്തോളുക. അപ്പം ഞാൻ കുർത്തി അടുത്ത ദിവസം കാണിക്കാം. ക്രിസ്മസിൻ്റെ പ്രത്യേക കളക്ഷൻസ് കുർത്തി കാണാം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.